തൃശ്ശൂരിലേക്കാണ്. അവിടെ പെങ്ങാമുക്കിൽ CPIന്റെ ബൂത്തിന് നേരെ ഗുണ്ടാക്രമണം എന്നുള്ള വാർത്ത വരുന്നുണ്ട്. നിരവധി കേസുകളിലെ പ്രതിയും കോൺഗ്രസ് പ്രവർത്തകനുമായ ഷബീറാണ് ആക്രമണം നടത്തിയത്. പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സൂരജ് സജ്ജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ പെങ്ങാമുക്കിലുണ്ടായ സംഭവം സൂരജ്? ഉന്മേഷ്, തൃശ്ശൂരിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കുന്നംകുളത്ത് പെങ്ങാമുക്കിൽ ഈ ബൂത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷബീറാണ് ഈ CPIന്റെ ബൂത്തിന് നേരെ ആക്രമണം നടത്തുന്നത്. ഇവരുടെ എതിർവശത്തായിരുന്നു ഈ കോൺഗ്രസിന്റെ ബൂത്ത്. അങ്ങനെ ഈ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ ബൂത്തിന് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് എത്തി ഷബീറിനെ പറഞ്ഞുവിട്ടെങ്കിലും വീണ്ടും കൂടുതൽ ആളുകളുമായി എത്തി ബൂത്ത് ആക്രമിച്ചു. പിന്നീട് പോലീസ് എത്തി ഷബീറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് പറയുന്നത് നിരവധി കേസുകളിൽ പ്രതിയാണ് ഷബീർ എന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിൽ എന്തായാലും ഈ വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. 6 മണിക്ക് ശേഷവും 3 ഇടങ്ങളിൽ ഈ 100-ലധികം പേർ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന അരുമ്പൂർ പഞ്ചായത്തിലടക്കം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ടോക്കൺ നൽകി വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, നിലവിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 2.5% കുറവ് പോളിംഗ് ആണ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോർപ്പറേഷനിലടക്കം 2% കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഉന്മേഷ്, ശരി, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.